ഒരു ബാഗുണ്ട്, ഖുർജ്. ആ ബാഗ് ഉമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി മഹാനായ അബൂ ഖുദാമത്തു ശാമി തങ്ങൾ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടുമ്പോ പെങ്ങളാണ് എഴുന്നേറ്റ് വരുന്നത്. പെങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്ക് സന്തോഷം തരാനാണോ അതല്ല ഞങ്ങളെ ആശ്വസിപ്പിക്കാനാണോ നിങ്ങൾ വരുന്നത്? മനസ്സിലായി, ഇത് വല്ലാത്തൊരു കുടുംബാണ്. സന്തോഷിപ്പിക്കാനാണ് എന്നാ പറഞ്ഞോളൂ. എൻ്റെ കൊച്ചനുജന് അള്ളാഹു രക്തസാക്ഷിത്വം നൽകിയോ? അതെ, അൽഹംദുലില്ലാഹ്. എൻ്റെ മുതിർന്ന ഇക്കാക്കും അത് സംഭവിച്ചു, ഇപ്പൊ ചെറിയവനും അത് സംഭവിച്ചല്ലേ. അപ്പൊ ഉമ്മ വരുന്നു, എൻ്റെ മോൻ്റെ വിഷയത്തിൽ എന്നെ ആശ്വസിപ്പിക്കേണ്ട, സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അവനെ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി അയച്ചതായിരുന്നുവെന്ന് മഹാനായ അബൂ ഖുദാമയോട് പറയുമ്പോൾ എന്തോ ഒരത്ഭുതം. ഇങ്ങനെയുണ്ടോ ഉമ്മമാർ? സദാചാര ധൈര്യബോധം നൽകുന്ന ഉമ്മമാർ, മക്കളെ തർബിയത്ത് ചെയ്ത ഉമ്മമാർ. ആ ഉമ്മയോട് മഹാനവറുകൾ ഈ ഒരു തോലിന്റെ ബാഗ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മോൻ തന്നതാണ്. തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മോന്റെ ഒരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു വുളൻ ക്ലോത്ത്, പരുത്തി കൊണ്ടുള്ള ഒരു വസ്ത്രം, ഒരു കനം കുറഞ്ഞ വസ്ത്രം. ആ വസ്ത്രം എടുത്തു കാണിച്ചിട്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ ഈ പൊന്നുമോൻ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരക്കുമായിരുന്നു, അല്ലാഹുമ്മ ഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ. അള്ളാഹുവേ, പക്ഷികളുടെ വയറ്റിൽ നിന്ന് നീ എനിക്ക് പുനർജന്മം നൽകണമേ. എൻ്റെ മകന്റെ പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുമ്മ ഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ. അവൻ ഉടുത്ത വസ്ത്രമാണ് ഈ കാണുന്നത്. 10, 12, 13 വയസ്സാകുമ്പോ മയക്കുമരുന്നിന്റെ ലഹരിയിലേക്ക് പോകുന്ന പിഞ്ചു മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതും മക്കളാണ് മക്കളെ. ഇതുപോലെയുള്ള സദാചാര ബോധമുള്ള തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയിരുന്ന മോനാണിത്. അബൂ ഖുദാമത്തു ശാമിയുടെ മുമ്പിൽ ആ മോന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഹ്ശുർനി മിൻ ഹവാസുലിത് ത്വയ്ർ. പക്ഷികളുടെ വയറുകളിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്നവരുണ്ട്, അങ്ങനത്തെ മഹാത്മ്യം എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിരുന്നു ആ കുട്ടിയെ മറവ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് പക്ഷികൾ തിന്നുപോയത്. നാളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ദുർരിയതൻ ബഅദുഹാ മിൻ ബഅദ് വല്ലാഹു സമീഉൻ അലീം. ആത്മധൈര്യം നൽകുന്ന ഉമ്മമാർ ടിവിയുടെ മുമ്പിൽ, സീരിയലിന് മുമ്പിൽ, സിനിമയ്ക്ക് മുമ്പിൽ, വാട്സപ്പിനും ഫേസ്ബുക്കും ഓപ്പണാക്കി, ഇൻസ്റ്റഗ്രാമും ഓപ്പണാക്കിയിട്ട് മരിക്കാൻ വരെ നേരം കിട്ടാത്ത വിധം ബിസിയായി നടക്കുന്ന ഉമ്മമാരെ നമ്മുടെ മക്കളിൽ ഖുർആൻ പഠിപ്പിക്കാനും ഹബീബിന്റെ ചര്യകൾ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ദീനിന്റെ ചരിതങ്ങൾ ഓതിക്കൊടുക്കാനും അവരെ താലോലിച്ച് നല്ല മക്കളാക്കി വളർത്താൻ ഒരു ഉമ്മ ചെയ്യേണ്ട തർബിയത്തിന് പോലും സമയം കിട്ടാതെ നമ്മുടെ മക്കളെ കൈയൊഴിഞ്ഞ് നടക്കുന്ന ഉമ്മമാരറിയണേ ഈ പിഞ്ചുമോനെ വളർത്തിയ ഒരു ഉമ്മയുടെ കഥ. എന്തിനാണതെന്നറിയുമോ? ജന്നതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം മക്കൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, ഉമ്മയും വാപ്പയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, വമൻ സ്വലഹ, മാതാപിതാക്കൾ നല്ലവരാകണം, ഭാര്യ ഭർത്താവ് നല്ലവരാകണം, മക്കൾ സ്വാലിഹീങ്ങളാവണം. അവര് നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണിത്. 60 70 വയസ്സ് ജീവിച്ച് മണ്ണായി പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാം കൊടുത്ത് മരണത്തിന് ശേഷവും അനന്ത നാളുകളിലേക്ക് നീണ്ടുപോകുന്ന മരണമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ഒരു ഒരുക്കവും ചെയ്യാതെ, ഒരു ഇബാദത്തുമില്ലാതെ, ഒരു കർമ്മവും ചെയ്യാതെ, ഭൗതികത പിശാച് നമ്മെ വട്ടം കറക്കി നമ്മെ കൊണ്ട് പന്ത് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുമ്പോഴേ അവൻ തുള്ളാൻ പറയുന്നിടത്ത് നമ്മൾ തുള്ളുന്നുണ്ട്, അവൻ ചാടാൻ പറയുന്നിടത്ത് ചാടുന്നുണ്ട്, ഉറക്കൊഴിക്കാൻ പറഞ്ഞിടത്ത് ഉറക്കൊഴിക്കുന്നുണ്ട്, അവൻ തിന്നാൻ പറയുന്നത് തിന്നുന്നുണ്ട്. എന്നാൽ കൈകാലുകൾക്ക്, വായകൾക്ക് അല്ലാഹു ലോക്കിട്ട് നമ്മുടെ ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി എന്താ നമ്മൾ ഒരുക്കി വെച്ചത്? എന്താ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്?
اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. വായകൾക്ക് അല്ലാഹു സീലിടുകയും സംസാരിക്കാൻ പറ്റാതാവുകയും കൈകാലുകളും നമ്മുടെ വിരലുകളും വിരൽ തുമ്പുകളും ടൈപ്പ് ചെയ്ത വിരലുകളും നമ്മുടെ കണ്ണുകളും കാതുകളും അല്ലാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സൂറത്തു യാസീൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തു വെച്ചത്. എപ്പോഴാണ് യാത്ര എന്നറിയാത്ത വാഹനം റെഡിയായി നിൽക്കുന്നു, എപ്പോഴാണ് കയറിക്കോ എന്ന് പറയുന്നത് എന്നറിയാതെ നീങ്ങുന്ന ഒരു ലോകം. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പെടാപാട് പെടുമ്പോൾ നാളെ അല്ലാഹുവിനെ കാണേണ്ട ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? എത്ര സമയമാണ് ആഖിറം നമ്മളെ ചിന്തിപ്പിക്കുന്നത്? എത്ര സമയമാണ് ആഖിറം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്? എത്ര നേരമാണ് ആഖിറത്തിന്റെ ചിന്തകൾ നമ്മെ ഉത്തേജിപ്പിക്കുന്നത്? ഈ ചോദ്യം ഹിജ്റയുടെ പരിസരത്ത് നിന്ന് നമ്മൾ പരസ്പരം ചോദിക്കുകയാണ്. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ മാലാഖമാർ അതിസുന്ദരന്മാരാണ്. അവർ വന്നുകൊണ്ട് ചോദിക്കുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ. എന്താ ഞങ്ങൾ ചെയ്തു തരേണ്ടത്? എന്താണ് നിങ്ങൾക്ക് ഇവിടം വേണ്ടത്? എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾ ക്ഷമിച്ചവരല്ലേ? വല്ലാത്തൊരു ചോദ്യമാണത്. നിങ്ങൾ ക്ഷമിച്ചവരല്ലേ? സ്വന്തം കൂട്ടുകാരെ കള്ളു കുടിക്കാൻ വിളിക്കുമ്പോൾ, മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് വിളിക്കുമ്പോൾ ഞാനില്ല എന്ന് പറയാൻ ഒരു ചങ്കൂറ്റം കാണിക്കണമെങ്കിൽ അവിടെ ക്ഷമ വേണം. കൂട്ടുകാർക്കൊക്കെ ബോയ് ഫ്രണ്ട്, കൂട്ടുകാരികൾക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും ഇങ്ങനെ നടക്കുന്ന ഒരു ലോകത്ത് നീയൊക്കെ ആണാണോ പെണ്ണാണോ എന്ന് ചാലഞ്ച് ചെയ്യുന്നൊരു സമയത്ത് അള്ളാഹു അനുവദിക്കാത്തൊരു ബന്ധം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പെണ്ണിനും ഒരാണിനും ക്ഷമ വേണം. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചവരല്ലേ? തോന്നിവാസത്തിന് നാട് മുഴുവൻ നീങ്ങിയപ്പോൾ നിങ്ങളതിലേക്ക് പോകാതെ മാറി നിന്ന നല്ല മക്കളല്ലേ? നിങ്ങൾ ക്ഷമിച്ചവരാണ്. കുത്തുവാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടു നിന്നവരാണ്. നിങ്ങളുടെ കൂട്ടുകാരും കൂട്ടുകാരികളും നിങ്ങളെ കളിയാക്കി ചിരിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിച്ചവരാണ്. അതുകൊണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ. അതുകൊണ്ട് ഇവിടം നിങ്ങൾ ശാശ്വതരാണ്. ഈ സ്വർഗലോകത്ത് നിങ്ങൾക്കിവിടെ സന്തോഷിക്കാം. സന്തോഷത്തിൻ്റെ അങ്ങറ്റം വരെ നിങ്ങൾക്കിവിടെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം കാണിച്ചു തരാനാണ്. ബുദ്ധിയും വിവേകവും തന്ന് അള്ളാഹു ഇങ്ങനെ മനുഷ്യനെ പടച്ചുവിട്ട് അങ്ങനെ മരിച്ച് മണ്ണായി ചാരമായി തീർന്ന് അവസാനിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യനെന്ന് പ്രവാചകന്മാരുടെ ജിഹ്വയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ, ബൈബിളിലൂടെ, ഓൾഡ് ടെസ്റ്റമെന്റിലൂടെ, വേദപുരാണങ്ങളിലൂടെയൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണെന്ന് 1000 തവണ നമ്മുടെ ചെവികളിൽ ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ട് ആഖിറം എന്ന ലോകത്തിന് വേണ്ടി ഒരുങ്ങിക്കോളൂ. അതാണ് ജീവിതം. ഈ ലോകത്തെ അത്രമേ നമ്മൾ കണ്ടാൽ മതി. ഇത് ശാശ്വതമല്ല, നശ്വരമാണ്, എപ്പോഴും തീരുന്നതാണ്. തീരാത്തതും അനന്തമായതും നാളെ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമലാ. പ്രതീക്ഷിക്കേണ്ട ലോകം നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, അള്ളാഹുവിനും റസൂലിനും അനുസരിച്ച് ജീവിക്കുന്നത്, പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത്, അവിടെയാണ് വിജയം. അല്ലാഹുമ്മ ജഅൽനാ മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. അല്ലാഹുവേ, നിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിൽ നല്ലതും ഏറ്റവും നല്ലതുമുള്ളപ്പോൾ അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തേ.
ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പേ മരിച്ചു കഴിഞ്ഞു. നാം മരണം കാത്തിരിക്കുകയാണ്. നമ്മുടെ ശേഷം നമ്മുടെ മക്കൾ വരുന്നു. ഈ ഭൂമിക്ക് മുകളിൽ നമ്മൾ നിൽക്കുന്നു. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. എല്ലാം മണ്ണിനടിയിലായിരിക്കും. അപ്പോഴും ഭൂമിക്ക് മുകളിൽ വേറെ ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകും. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മുടെ മുൻഗാമികൾ ഇവിടെ മണ്ണിൽ കഴിയുന്നു. ഇതുപോലെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങേണ്ട ഒരു യാത്രയിലാണ് നമ്മളെന്ന് ഓർമ്മിപ്പിക്കാനാണ് വർഷങ്ങളും വാർഷികങ്ങളും അള്ളാഹു കൊണ്ടുവരുന്നത്. അതാണ് മുഹറം, അതാണ് 12 മാസം, അതാണ് ഒരു സൈക്കിൾ. ഇങ്ങനെ ഒരു ചലനം, സമയത്തെ കൃത്യതയിൽ അള്ളാഹു നിയന്ത്രിക്കുന്നത്. സമയമായിട്ടുണ്ട്, ഇനി അധികം ദൂരമില്ല നമ്മുടെ ഖബറിലേക്കെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇത് പേടിപ്പിക്കാനല്ല, ഒരുങ്ങാനാണ്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, ഒരുക്കങ്ങൾ ചെയ്യാനാണ്. ഇത് നമുക്ക് ദുഃഖമുണ്ടാക്കാനല്ല, അനന്തമായ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാനാണ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീനൽ മുഖ്ബിതീൻ. നിന്റെ സജ്ജനങ്ങളായ അടിമകളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ തമ്പുരാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة